വാട്ട് ആർ ദ റീസൺസ് ഫോർ ഫൊഗറ്റിംഗ്. എന്തൊക്കെയാണ് റീസൺസ് ഫോർ ഫൊഗറ്റിംഗ്? ഒന്ന്, എൻകോഡിംഗ് ഫെയിലിയേഴ്സ്. എൻകോഡിംഗ് ഫെയിലിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മെമ്മറി പഠിച്ചപ്പോഴേ നമ്മൾ കണ്ടു എന്താണ് മെമ്മറി പ്രോസസ് എന്ന് പറയുന്നത്. ആദ്യം നമ്മുടെ ഡേറ്റ എൻകോഡ് ചെയ്യും അല്ലെ. ഫസ്റ്റ് പ്രോസസ്സ് തന്നെ എന്താണ്? ഡേറ്റ എൻകോഡ് ചെയ്യും. ഈ എൻകോഡ് ചെയ്യുന്ന പ്രോസസ്സിൽ തന്നെ എന്തേലും കുഴപ്പം പറ്റിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ എന്ത് പറ്റും? നമ്മൾ ആ ഡേറ്റ സ്റ്റോർ ആവുമോ? ഇല്ല അല്ലേ. എൻകോഡിങ്, സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ ആണ് നമ്മുടെ മെമ്മറിയുടെ അല്ലെ മൂന്ന് പ്രോസസ്സസ് പറയുന്നത്. പക്ഷെ എൻകോഡിങ്ങിലെ തെറ്റ് പറ്റി കഴിഞ്ഞാൽ അത് സ്റ്റോർ ആവുകയും ചെയ്യില്ല, നമുക്ക് റിട്രീവ് ചെയ്യാനും കഴിയില്ല. സോ എൻകോഡിംഗ് ഫെയിലിയർ ആണ് ഫസ്റ്റ് റീസൺ ഫോർ ഫൊഗറ്റിംഗ്. ദാറ്റ് ഇസ് ഇൻഫർമേഷൻ ഇസ് നോട്ട് പ്രോപ്പർലി ആക്സെപ്റ്റഡ് ബൈ ദ ബ്രെയിൻ ഓർ ഇറ്റ് ഇസ് നോട്ട് പ്രോപ്പർലി എൻകോഡഡ്. ഇനി സെക്കൻഡ് റീസൺ എന്താണ്? മെമ്മറി ഡീകേ അല്ലെങ്കിൽ ഫെയ്ഡിങ്. വാട്ട് ഈസ് മെമ്മറി ഡീകേ അല്ലെങ്കിൽ ഫെയ്ഡിങ്? ദാറ്റ് ഈസ് നമ്മളിത് യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ നമുക്ക് മെമ്മറി ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മളത് യൂസ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ എന്താണ്? അത് പയ്യെ ഫെയ്ഡ് ആയിക്കൊണ്ടേയിരിക്കും. ഫെയ്ഡിങ് റേറ്റ് ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ എന്താണ്? പയ്യെ നമ്മൾ കാര്യങ്ങൾ മറക്കും അല്ലെ. പിന്നെ വരുന്നത് എന്താണ്? ഇൻഅഡിക്വേറ്റ് റിട്രീവൽ ക്ലൂസ്. അതായത് ക്ലൂസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ക്ലാസ്സിൽ, മിസ് ഫസ്റ്റ് ലൈൻ ഒന്ന് പറഞ്ഞു തരുമോ, ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞു തരുമോ, മിസ് ഫസ്റ്റ് പറഞ്ഞു തന്നാൽ ഞാൻ ബാക്കി പറയാം ഇല്ലേ. പിള്ളേർ പറയുന്നതാ ഇത്. അപ്പൊ എന്താ അത്? അതൊരു ക്ലൂ ആണ്. ആ ഒരു സ്റ്റാർട്ടിങ് എന്താണ്? ഒരു ക്ലൂ ആണ് ബാക്കി എല്ലാം റിമെമ്പർ ചെയ്യാൻ. അപ്പൊ ഈ ക്ലൂവിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നല്ലൊരു ക്ലൂ ആണെങ്കിൽ എന്താണ്? നമുക്ക് തന്നെ അത് ക്ലൂ നമുക്ക് റിറ്റെയിൻ ചെയ്യുകയും അതനുസരിച്ച് ബാക്കി റിമെമ്പർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ. സോ എപ്പോഴെങ്കിലും ഇൻഅഡിക്വേറ്റ് ക്ലൂസ് ആണെങ്കിൽ എന്ത് വരും? റിട്രീവലും പാടാവും. പിന്നെ എന്താ വരുന്നത്? ഇന്റർഫറൻസ്. ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേറെ ഏതെങ്കിലും മെമ്മറി ഇതുമായിട്ട് ഇവോൾവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ എന്തായി? നമ്മൾ ഫൊർഗറ്റിങ്ങിനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ കുറെ റീസൺസ് വരുന്നത് എന്താണ്? ട്രൈങ് നോട്ട് ടു റിമെമ്പർ. നമ്മൾ തന്നെ സപ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഫൊർഗറ്റിംഗ് ആവും. പിന്നെ നേച്ചർ ഓഫ് ദ ടാസ്ക്. ഇൻട്രസ്റ്റിംഗ് ആണോ അല്ലയോ നോക്കാം അല്ലേ. ടാസ്ക് നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ഓർത്ത് വെക്കും. ഇഷ്ടം അല്ലെങ്കിൽ നമ്മൾ മറക്കാനുള്ള ചാൻസസ് എന്താണ്? കൂടുതലാണ്. പിന്നെ എന്താണ്? ഓവർ ലേണിംഗ് അല്ലേ. ഓവർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒത്തിരി അങ്ങോട്ട് ലോഡ് ചെയ്യുക. ഒത്തിരി ലോഡ് ചെയ്താൽ എന്ത് പറ്റും? അത് മറന്നു പോവും. ഇപ്പൊ എക്സാമിന്റെ തലേന്ന് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് ക്രാമ്പ് ചെയ്ത് പഠിച്ചാൽ നമ്മൾ ഓർത്തിരിക്കുമോ? ഇല്ല. പിന്നെ നെക്സ്റ്റ് എന്താണ്? ഫാറ്റിക് ആൻഡ് ഓവർ വർക്ക്. സെയിം ആണ് അല്ലെ. ടയേർഡ് ആയിട്ടൊക്കെ നമ്മൾ ഇരുന്ന് പഠിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഓർക്കാൻ പാടാണ് കമ്പാരിറ്റീവ്ലി. പിന്നെ എമൗണ്ട് ഓഫ് ഇന്റർവെൽ. നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ആ മെമ്മറി പ്രോസസ്സ് പാടായിരിക്കും. അപ്പം എന്ത് വേണം? ആ ഒരു ഇന്റർവെൽ നന്നായിട്ട് സ്പേസ് ചെയ്യുകയും വേണം. പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ്? ലാക്ക് ഓഫ് പ്രാക്ടീസ്. ലാക്ക് ഓഫ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? റിട്രീവൽ ആൻഡ് റിപ്പീറ്റേഷന്റെ കാര്യം അവിടെ പിന്നെയും വരുന്നത്. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഇടയ്ക്കിടയ്ക്ക് റിട്രീവ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ഇല്ലായ്മ. ദാറ്റ് ഇസ് സെയിം ആസ് നേച്ചർ ഓഫ് ദ ടാസ്ക്. ടാസ്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ എന്താണ്? നമ്മളത് സ്വയമേ ഓർത്തു വെക്കും, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ദീസ് ആർ ദ റീസൺസ് ഫോർ ഫൊർഗറ്റിംഗ്. നെക്സ്റ്റ് തിയറീസ് ഓഫ് ഫൊർഗറ്റിംഗ് നോക്കാം. തിയറീസ് ഓഫ് ഫൊർഗറ്റിംഗ് എന്ന് പറയുന്നത് ആകെ ചുരുക്കം നമ്മൾ മറന്നു പോവാനുള്ള കാരണങ്ങളാണ് ഇവർ പറയുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇതിൽ ശ്രമിക്കുന്നത്. അപ്പം ഒരു 9 തിയറി നമ്മളിവിടെ പറയുന്നുണ്ട്. ഇതൊരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്കിത് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഇപ്പം ജസ്റ്റ് നമുക്ക് അതിന്റെ പോയിന്റ്സ് നോക്കി പോവാം എന്തൊക്കെയാണെന്ന്. സോ ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് എന്താണ്? DK തിയറിയാണ്. DK തിയറി എന്ന് പറയുന്നത് എന്താണ്? Information stored in memory gradually fades over time if it is not used or rehearsed. അറിയാലോ നമുക്ക് അല്ലേ. ഇപ്പൊ നമ്മുടെ മെമ്മറിയിലുള്ള കാര്യങ്ങൾ നമ്മൾ റെഗുലർ ആയിട്ട് അത് യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ റിഹേഴ്സ് ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഗ്രാജുവൽ ആയിട്ട് അത് ഫെയ്ഡ് ആയിക്കൊണ്ടേയിരിക്കും. ഈ ഒരു തിയറിക്കാണ് എന്ത് പറയുന്നത്? DK തിയറി എന്ന് പറയുന്നത്. ഓക്കെ. അതായത് മെമ്മറി വിത്ത് ടൈം എന്തായി? കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. ആ ഒരു തിയറിക്ക് നമ്മൾ DK തിയറി എന്ന് പറയും. സെക്കൻഡ് തിയറി എന്താണ്? ഇന്റർഫെറൻസ് തിയറി. ഇന്റർഫെറൻസ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? Forgetting occurs because different pieces of information interfere with each other, particularly when they are similar. അതായത് സിമിലർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വരുമ്പോൾ, പ്രത്യേകിച്ചും സിമിലർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആവുമ്പോൾ എന്ത് പറ്റും? ഈ ഇൻഫർമേഷൻസ് തമ്മിൽ എന്ത് ചെയ്യും? ഇന്റർഫിയർ ചെയ്യും. ഈ ഇന്റർഫിയർ ചെയ്യുന്നത് തന്നെ എന്തിന് കോസ് ആവാം? മറന്നു പോകാനും കാരണമാകാം. അപ്പൊ ഈ ഒരു ഇന്റർഫറൻസ് തന്നെ 2 തരം ഉണ്ടെന്ന് അവർ പറയുന്നത്. ഒന്ന് പ്രൊയാക്റ്റീവ് ഇന്റർഫറൻസും മറ്റേത് റിട്രോ ആക്റ്റീവ് ഇന്റർഫറൻസും. അപ്പൊ പ്രൊയാക്റ്റീവ് ഇന്റർഫറൻസ് എന്താന്ന് വെച്ചാല് ഓൾഡ് മെമ്മറീസ് ഇന്റർഫിയർ വിത്ത് ദ റീകോൾ ഓഫ് ന്യൂ ഇൻഫർമേഷൻ. അതായത് പഴയ മെമ്മറീസ് പുതിയ മെമ്മറീസ് പഠിക്കാനായിട്ട് ഒരു ഹിൻഡ്രൻസ് ആവുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊയാക്റ്റീവ് ഇന്റർഫറൻസ് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പറയാണ്, ഇപ്പൊ നമുക്ക് ഓൾറെഡി മലയാളം അറിയാം. നമ്മൾ മലയാളത്തിന്റെ മേളിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മളിപ്പോ വൊക്കാബുലറി പഠിക്കുകയെന്ന് വെച്ചോ. വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ പുതിയ ന്യൂ വേർഡ്സ് പഠിക്കുക ഇംഗ്ലീഷിൽ. ഓക്കെ.
അപ്പൊ നമ്മളത് പറയാൻ ശ്രമിക്കുമ്പോൾ എന്ത് പറ്റും? അറിയാതെ നമ്മൾ മലയാളം പറയും, ഇല്ലേ? നമ്മൾ അറിയാതെ തന്നെ അതിന്റെ മലയാളം വേർഡ്സ് നമ്മുടെ മനസ്സിലോട്ട് വന്നുകൊണ്ടേയിരിക്കും. അതായത് എന്താണ്? നമ്മുടെ പഴയ മെമ്മറി നമ്മൾ ഇപ്പം പഠിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പുതിയ മെമ്മറിയുമായിട്ട് എന്ത് ചെയ്യാണ്? ഇന്റർഫിയർ ചെയ്യാണ്. അപ്പൊ എന്താണ്? അതൊരു കോസ് ഓഫ് ഫൊഗറ്റിംഗ് ആണ്, അല്ലേ? ഫൊഗറ്റ് ചെയ്യാനുള്ളൊരു റീസൺ ആയിട്ട് വരും. അത് വേറെ ഒന്നാണ് നമ്മുടെ പാസ്വേഡ്. ഇപ്പൊ നമ്മളൊരു പാസ്വേഡ് കുറേ നാളായിട്ട് ഒരേ പാസ്വേഡ് യൂസ് ചെയ്യാന്ന് വെച്ചോ, എന്നിട്ട് ഇപ്പൊ ഞാൻ ആ പാസ്വേഡ് മാറ്റി. പക്ഷെ ഞാൻ പാസ്വേഡ് ടൈപ്പ് ചെയ്യാനിരിക്കുമ്പം ആദ്യം എനിക്ക് എന്താ ഓർമ്മ വരിക? ആ പഴയ പാസ്വേഡായി ഓർമ്മ വരിക. ഓക്കെ, അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോ ആക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. അതായത് പഴയ കാര്യങ്ങള്, നമ്മുടെ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? പ്രോ ആക്റ്റീവ് എന്ന് പറയുന്നത്. എന്നാൽ റിട്രോ ആക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പുതിയ പഠിച്ച കാര്യങ്ങള് പഴയതിനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് റിട്രോ ആക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പം അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാല്, എനിക്കിപ്പോ 2 സബ്ജക്ട് പഠിക്കണം എക്സാമിന്. ഓക്കെ, ഞാൻ പറയാണ് ഞാൻ സൈക്കോളജിയും സോഷ്യോളജിയും 2 സബ്ജക്ട് പഠിക്കുന്നുണ്ട്. രാവിലെ ഞാൻ ഇരുന്ന് സൈക്കോളജി പഠിച്ചു, ഉച്ചയ്ക്ക് ഇരുന്ന് സോഷ്യോളജിയും പഠിച്ചു. എന്നിട്ട് ഞാൻ വൈകുന്നേരം അല്ലെങ്കിൽ നാളെ സൈക്കോളജിയുടെ കുറെ കാര്യങ്ങൾ ആലോചിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ എന്താ എന്റെ മനസ്സിലോട്ട് ആദ്യം വരുന്നത്? ഞാൻ അവസാനം പഠിച്ച കാര്യമാണ് വരുന്നത്. അതേതാ? സോഷ്യോളജിയാണ് വരുന്നത്. ഓക്കെ, അതായത് ഞാൻ പുതിയ പഠിച്ച കാര്യങ്ങള് എന്ത് ചെയ്യുന്നു? എന്നെ പഴയത് ഓർമ്മിപ്പിക്കുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യുന്നു. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റിട്രോ ആക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, റിട്രീവൽ ഫെയിലിയർ തിയറി. റിട്രീവൽ ഫെയിലിയർ തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? Information is stored in memory but cannot be accessed due to the absence of appropriate clues or triggers. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? inadequate clues എന്ന് പറഞ്ഞു. എന്താണ് inadequate clues എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആ ഒരു മെമ്മറിയെ ട്രിഗർ ചെയ്യാൻ വേണ്ട ക്ലൂ, ഒരു ലൈൻ ആവാം, ഒരു വേർഡ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിക്ചർ നമ്മൾ മനസ്സിലായതിനെ സംബന്ധിച്ച് ആലോചിച്ചതായിരിക്കാം. ഈ ഒരു ക്ലൂ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്താവണം? നല്ല സ്ട്രോങ് ക്ലൂ ആയിരിക്കണം. അത് ക്ലൂ ഡിപ്പെൻഡന്റ്, അതായത് അത് ഇനഫ് അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ മറന്നുപോകും. ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ്? അതുമായിട്ട് കണക്ട് ചെയ്താൽ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ക്ലൂവേ മറന്നുപോയാൽ ബാക്കിയുള്ള കാര്യം നമുക്ക് ഓർക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, സോ ഇതിന് തന്നെ 2 തരം ഉണ്ട്. ഒന്ന് ക്ലൂ ഡിപ്പെൻഡന്റും ഉണ്ട്, ഒന്ന് സ്റ്റേറ്റ് ഡിപ്പെൻഡന്റ് ഉണ്ട്. ക്ലൂ ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലൂസ് വേണം നമുക്ക്. ഓക്കെ, റീകോൾ ചെയ്യാൻ നമുക്ക് ക്ലൂസ് വേണം. ആ ക്ലൂസ് ആണ് നമ്മൾ മറന്നു പോകുന്നത്. എന്നാൽ സ്റ്റേറ്റ് ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെമ്മറി റീകോൾ ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് ഫിസിക്കൽ ഓർ ഇമോഷണൽ സ്റ്റേറ്റ്. അതായത് നമ്മൾ വളരെ ടയർഡ് ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇമോഷണലി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്ത് പറ്റുന്നില്ല? ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 3ാമത്തെ തിയറി, റിട്രീവൽ ഫെയിലിയർ തിയറി. ഇനി 4ാമത്തെ തിയറി എന്താന്ന് നോക്കാം. 4ാമത്തെ തിയറിയാണ് motivated forgetting. This is also known as repression theory. Motivated forgetting അല്ലെങ്കിൽ repression theory എന്താണ്? People may forget memories intentionally or subconsciously, especially when the memories are disturbing or anxiety inducing. എന്താണ്? നമ്മൾ മനഃപൂർവ്വമായിട്ട് മറന്നു പോകുന്ന കാര്യങ്ങളെയാണ് നമ്മൾ മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ റിപ്രഷൻ തിയറി എന്ന് പറയുന്നത്. എന്താണ് റിപ്രഷൻ എന്ന് പറഞ്ഞാൽ? എന്താ? പ്രസ് ചെയ്യുക, നമ്മൾ തന്നെ പ്രസ് ചെയ്യുക. ഓക്കെ, അതായത് നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടുള്ള എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ നമ്മൾ ആൻസൈറ്റി ജനറേറ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തന്നെ അതിനെ എന്ത് ചെയ്യും? സപ്രസ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ റിപ്രസ് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ തന്നെ എന്താണ്? അതിന് മോട്ടിവേഷൻ ആവുകയാണ് ഫോർഗെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോട്ടിവേറ്റഡ് ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ 2 തരം ഉണ്ട്. ഒന്നെന്താണ്? റിപ്രഷൻ ഉണ്ട്, രണ്ടാമത്തെ സപ്രഷൻ ഉണ്ട്. റിപ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? അൺകോൺഷ്യസ് ആയിട്ട് നടക്കുന്നതാണ്. ഓക്കെ, അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ എന്താ പറയാ, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, പക്ഷെ അറിയാതെ തന്നെ നമുക്ക് ആ ഒരു മെമ്മറീസ്, നമ്മളിപ്പോൾ ആലോചിക്കുമ്പം നമ്മൾ എന്താ, നമുക്ക് വേദനയുള്ള കാര്യങ്ങളാണോ ആലോചിക്കുക, അതോ സന്തോഷമുള്ള കാര്യങ്ങളാണോ ആലോചിക്കുക? നമ്മൾ എപ്പോഴും സന്തോഷമുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ ശ്രമിക്കുക, അല്ലേ? നമുക്ക് ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ആലോചിച്ചെടുക്കാൻ ശ്രമിക്കുമോ? ഇല്ല. സോ അൺകോൺഷ്യസ്ലി തന്നെ നമ്മൾ എന്തിനാ പ്രിഫർ ചെയ്യുന്നത്? നല്ല ഓർമ്മകൾ വെക്കാനാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം ചീത്ത ഓർമ്മകൾ എന്തായി? സപ്രസ്ഡ് ആയി. രണ്ടാമത്തെ എന്താണ്? അത് റിപ്രഷൻ ആണ്, അൺകോൺഷ്യസ് ആയിട്ട് നടക്കുന്നത്. എന്നാൽ സപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കോൺഷ്യസ് ആയിട്ട് തന്നെ എന്താണ് ചില കാര്യങ്ങൾ നമ്മൾ ഫോർഗെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനാണ് സപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ പേജിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 4 തിയറീസ് ആണ്. ഒന്ന് ഡീകേ തിയറി, രണ്ടാമത്തെ ഇന്റർഫറൻസ് തിയറി, മൂന്നാമത്തേത് റിട്രീവൽ ഫെയിലിയർ തിയറി, ക്ലൂസുമായിട്ട് ഡിപെൻഡന്റ് ആയിട്ടുള്ളത്, ആൻഡ് 4ാമത്തെ എന്താണ്? മോട്ടിവേറ്റഡ് ഫോർഗെറ്റിംഗ്. ഓക്കെ, ഈ 5ാമത്തെ തിയറി എന്താന്ന് നോക്കാം. 5ാമത്തെ തിയറിയാണ് എൻകോഡിംഗ് ഫെയിലിയർ തിയറി. എൻകോഡിംഗ് ഫെയിലിയർ നമുക്ക് അറിയാം എന്താണ്, അല്ലേ? മെമ്മറി പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് എൻകോഡിംഗ്. അത് ഫെയിലിയർ ആയാലുള്ള പ്രശ്നമാണ് എൻകോഡിംഗ് ഫെയിലിയർ തിയറി. അതായത് എന്താ?
Forgetting occurs when information was never properly encoded into the long-term memory at the first place. അതായത് ആദ്യം നമ്മളിത് കേട്ടപ്പോൾ തന്നെ അത് എന്തായില്ല, പ്രോപ്പർലി സ്റ്റോർ ആയില്ല. ഓക്കെ, ആദ്യമേ അത് പ്രോപ്പർലി സ്റ്റോർ ആയിട്ടില്ല. അങ്ങനെയുള്ള ഇൻഫർമേഷൻ നമ്മൾ മറന്നു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻകോഡിംഗ് ഫെയിലിയർ തിയറി അല്ലെങ്കിൽ എൻകോഡിംഗ് ഫെയിലിയർ ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് എന്താണ്, ഫെയിലിംഗ് ടു റിമെമ്പർ ഡീറ്റെയിൽസ് ഓഫ് സംതിങ് യു ഓൺലി ഗ്ലാൻസ്ഡ് അറ്റ് ബ്രീഫ്ലി. അതായത് നമ്മൾ ഇപ്പൊ കണ്ണിന് മുമ്പിൽ കൂടെ പോയി, പക്ഷെ നമ്മൾ എന്താണ് അതിന് അധികം എന്താ പറയുക അറ്റൻഷൻ കൊടുത്തില്ല, അല്ലെങ്കിൽ ഓർക്കാൻ ശ്രമിച്ചില്ല, എന്താന്ന് കാണാൻ ശ്രമിച്ചില്ല. ഇനി നമ്മൾ രണ്ടാമത് ആലോചിച്ചെടുക്കാൻ നോക്കിയാൽ നമുക്ക് ഓർമ്മയുണ്ടാവുമോ? ഇല്ല, കാരണം നമ്മൾ അത് പ്രോപ്പർലി എൻകോഡ് ചെയ്തിട്ടേ ഇല്ല, നമ്മുടെ ലോങ് ടേം മെമ്മറിയിലോട്ട് അത് ഇരുത്തിയിട്ടില്ല, അങ്ങോട്ട് വന്നിട്ടില്ല. സോ എന്താണ് അവിടെ എൻകോഡിങ് തന്നെ എന്തായി, ഫെയിലിയർ ആയി. ഓക്കെ, അതാണ് എൻകോഡിംഗ് ഫെയിലിയർ തിയറി. ഇനി അടുത്തത് എന്താണ്, കൺസോളിഡേഷൻ തിയറി. കൺസോളിഡേഷൻ തിയറി എന്താണ്, memory traces take time to stabilize and become consolidated in long-term memory. So disruptions like trauma, sleep deprivation or brain injury during this process can lead to forgetting or failure to store memories properly. അതായത് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈം എടുക്കും ഈ മെമ്മറിക്ക് എന്താവാൻ, ലോങ് ടേം മെമ്മറിയിൽ പോയിട്ട് അവിടെ പ്ലേസ് ആവാൻ. ഓക്കെ, സോ ഇതിനൊരു പ്രത്യേക സ്റ്റെബിലൈസേഷൻ ടൈം ഉണ്ട്, കൺസോളിഡേഷൻ ടൈം ഉണ്ട്. ഈ ഒരു സമയം, ഈ ഒരു കൺസോളിഡേഷൻ ടൈം കൊടുക്കുന്നതിന് മുമ്പ് നമുക്കിപ്പോൾ എന്താണ്, നന്നായിട്ട് ഉറക്കം കിട്ടിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രെയിൻ ഇഞ്ചുറി വന്നു, അല്ലെങ്കിൽ ട്രോമ ഫേസ് ചെയ്തു, അങ്ങനെ വന്നാൽ എന്താവും, നമ്മൾ മറന്നുപോകും. ഓക്കെ, സോ ആ കൺസോളിഡേഷൻ പ്രോസസ്സ് നടക്കുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ഡിസ്ട്രപ്ഷൻസ് വന്നാൽ നമ്മൾ ദാറ്റ് ലീഡ്സ് ടു എന്താണ്, ഫോർഗെറ്റിംഗ്. അതിനെയാണ് നമ്മൾ കൺസോളിഡേഷൻ തിയറി എന്ന് പറയുന്നത്. ഇനി ഏഴാമത്തെ എന്താണ്, ട്രേസ് ഡീകേ തിയറി. ട്രേസ് ഡീകേ തിയറി എന്താന്ന് നോക്കാം. ദ ഫിസിക്കൽ മെമ്മറി ട്രേസ് in the brain decays if not actively reinforced. This is similar to the decay theory but emphasizes the biological aspect of memory traces fading. അതായത് എന്താണ്, നമ്മുടെ ആദ്യത്തെ ഡീകേ തിയറി ആണ് ഇത്. ട്രേസ് ഡീകേ തിയറിയും ഡീകേ തിയറിയും ഓൾമോസ്റ്റ് സിമിലർ ആണ്. എന്താ പറയുന്നത്, ടൈംലി അത് നമ്മൾ റിഫ്രഷ് ചെയ്യുക, റിഹേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ റീഇൻഫോഴ്സ് ചെയ്യുക. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ മെമ്മറി പയ്യെ 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 ഡീകേ ആയിക്കൊണ്ടിരിക്കും. മെമ്മറി ഡീകേ എന്ന് പറയുന്നത് എന്താണ്, ഫോർഗെറ്റിംഗ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ട്രേസ് ഡീകേ തിയറി. പിന്നെ നെക്സ്റ്റ് ആണ് ഡിസ്പ്ലേസ്മെന്റ് തിയറി. ഡിസ്പ്ലേസ്മെന്റ് തിയറി മെയിൻലി നമുക്ക് സംഭവിക്കുന്നത് ഷോർട്ട് ടേം മെമ്മറിയിലാണ്. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് തിയറി? In short-term memory, new information pushes out old information when the memory capacity is exceeded. That is, നമ്മളിപ്പോൾ പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുക. അത് നമ്മൾ ചെയ്യുന്ന എന്തിലാണ്, നമ്മൾ പറഞ്ഞു വർക്കിംഗ് മെമ്മറി അല്ലെങ്കിൽ ഷോർട്ട് ടേം മെമ്മറിയിലാണ് ഈ പല കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നത്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യാണ്, പല ഇൻഫർമേഷൻ ഒരുമിച്ച് ചെയ്യുമ്പോൾ എന്താകും, ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്തായി, അത് മെമ്മറൈസ് ചെയ്യാനേ പറ്റിയിട്ടില്ല, നമ്മൾ മറന്നുപോയി. ഇപ്പൊ കാർ ഓടിക്കുന്നതിനിടയ്ക്ക് നമ്മൾ ഒരാൾക്ക് നമ്പർ പറഞ്ഞു കൊടുത്തു, ആ നമ്പർ നമുക്ക് എവിടെയെങ്കിലും ഓർമ്മയുണ്ടാവുമോ? ഇല്ല. നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാണ്, നമ്മൾ കാർ ഓടിക്കുകയാണ്, പാട്ട് കേൾക്കുകയാണ്, ബാക്കിയുള്ളവരോട് സംസാരിക്കുകയാണ്, അതിന്റെ ഇടയ്ക്ക് നമ്മളൊരു നമ്പർ പറഞ്ഞു കൊടുത്തു. ആ ഒരു നമ്പർ നമ്മൾ പിന്നെ ഓർക്കാൻ ശ്രമിച്ചാൽ നമുക്ക് പറ്റത്തില്ല, അത് ഓവർലോഡ് ആയി. ഓക്കെ, അത് ഡിസ്പ്ലേസ്ഡ് ആയി വേറെ പല കാര്യങ്ങളുമായിട്ട്. സോ ദാറ്റ് ഇസ് ഡിസ്പ്ലേസ്മെന്റ് തിയറി. പിന്നെ എന്താണ്, ഓർഗാനിക് തിയറീസ് ഓഫ് ഫോർഗെറ്റിംഗ്. ഓർഗാനിക് തിയറീസ് ഓഫ് ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത് ഡയറക്ട്ലി മീൻ ചെയ്യുന്നത് ഫിസിക്കൽ ഡാമേജ് ഓഫ് ദ ബ്രെയിൻ സംഭവിക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്നത്. അതായത് ഇഞ്ചുറി വന്നു, അല്ലെങ്കിൽ നമ്മൾ വയസ്സായി, ഏജിങ് വന്നു, എന്തെങ്കിലും ഡിസീസ് വന്നു, അല്ലെങ്കിൽ നമ്മൾ ഡ്രഗ് യൂസിലോട്ട് പോയി, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, നമ്മുടെ മെമ്മറി തന്നെ ലൂസ് ആവും, അല്ലെങ്കിൽ ഫോർഗെറ്റിംഗ് ഉണ്ടാവും. സോ അതാണ് എന്ത്, ഓർഗാനിക് തിയറീസ് ഓഫ് മെമ്മറി. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു 9 തിയറീസ് ഓഫ് മെമ്മറി ആണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റും. 9 പോയിന്റ്സ് ഉണ്ട് ഇതിൽ. ഇതാണ് റീസൺസ് ഫോർ ഫോർഗെറ്റിംഗ് അല്ലെങ്കിൽ തിയറീസ് ഓഫ് ഫോർഗെറ്റിംഗ്.